രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കട്ടൻ കാപ്പി അത് പലർക്കും ഒരു വികാരമാണ്. ഒരുപാട് മഴയുള്ള ദിവസങ്ങളിൽ, അതുപോലെ മഞ്ഞുള്ള നല്ല തണുപ്പാൻ കാലത്തൊക്കെ അങ്ങനെ പുറത്തു വീഴുന്ന മഴത്തുള്ളികളെയും മഞ്ഞാണെങ്കിൽ ആ മഞ്ഞിനെയും ഒക്കെ നോക്കി വരാന്തയിലിരുന്ന് കുടിച്ചിരുന്ന ഒരു രുചികരമായ കാപ്പിയുണ്ട്, കരിപ്പെട്ടി കാപ്പി. അറിയാമോ? എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഈ കരിപ്പെട്ടി അത് പനയിൽ നിന്ന് എടുക്കുന്നതായതുകൊണ്ട് അതിനകത്ത് ഒരുപാട് അയണിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങൾക്ക് ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നു കരിപ്പെട്ടി കാപ്പി. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം. പിന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് നല്ലത്, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. അപ്പോൾ കരിപ്പെട്ടി കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ കാണിക്കുകയാണ്. ഇതാണ് കരിപ്പെട്ടി എന്ന് പറയുന്ന സാധനം. ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് കഷ്ണങ്ങളാക്കി ആദ്യമേ നമുക്ക് ഭരണിക്കകത്ത് വല്ലതും വെച്ചിരുന്നാൽ സ്വസ്ഥമായിട്ട് അത് അവിടെ ഇരുന്നോളൂ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് മുറിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇന്ന് കരിപ്പെട്ടി കാപ്പി തയ്യാറാക്കാനായിട്ട് ഇത്രയും കരിപ്പെട്ടി മതി. അതുകൊണ്ട് നമുക്കിനി കരിപ്പെട്ടി കാപ്പി തയ്യാറാക്കാം. ബാക്കി നമുക്ക് സൗകര്യം പോലെ മുറിച്ച് ഭരണിക്കകത്ത് വെച്ചാൽ മതി. നമുക്ക് കാപ്പി തയ്യാറാക്കാം. 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 250 ml കരിപ്പെട്ടി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കരിപ്പെട്ടി ഇടുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് മധുരം നല്ലതുപോലെ ഉണ്ടോ, നമ്മുടെ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ ഇത് വെള്ളത്തിനകത്ത് ആദ്യമേ നമ്മൾ തിളപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ വെള്ളത്തിന് മധുരം ചെക്ക് ചെയ്യാം കാപ്പിപ്പൊടി ഇടുന്നതിന് മുമ്പ് തന്നെ. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ മതി. കരിപ്പെട്ടി കാപ്പിക്ക് അല്പം മധുരവും അതുപോലെ തന്നെ നല്ല കടുപ്പവും ഉള്ളതാണ് നല്ലതെന്നാണ് എൻ്റെ പക്ഷം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. തിളയ്ക്കട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം, കരിപ്പെട്ടി ഒന്ന് അലിയാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളിതിന് മധുരം നോക്കാം. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് മധുരം അഡ്ജസ്റ്റ് ചെയ്യാം. ഷുഗറിൻ്റെ പ്രയാസങ്ങളുള്ളവർ അതനുസരിച്ച് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കാപ്പിപ്പൊടി ഇടാം. ഒരു കപ്പിന് 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് ഇട്ടത്. സ്പൂൺ മാറിപ്പോകരുത്. കടുപ്പമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 1/4 ടീസ്പൂൺ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തിളച്ചല്ലോ. പിന്നെ ഇത് ചായ പോലെ നമ്മൾ ഇച്ചിരി ഒന്ന് തിളപ്പിച്ച് കൂടിപ്പോയാലും അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല. ചായപ്പൊടിയാണെങ്കിൽ ഒരു പരിധിയിൽ കൂടുതലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ചായയുടെ ടേസ്റ്റ് മാറും, മണവും മാറും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ചേർന്നിട്ടുണ്ട്. 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കണം. അപ്പോഴത്തേന് ഇതിൻ്റെ പൊടിയൊക്കെ ഒന്ന് താഴും. സ്വിച്ച് ഓഫ് ചെയ്തിട്ടേ അടയ്ക്കാവൂ, അല്ലെങ്കിൽ തിളച്ച് ചാടും. ഇതിൻ്റെ പൊടി അടിഞ്ഞൊന്ന് നമുക്ക് നോക്കാം. ചുക്ക് കാപ്പിയല്ല ഇത് കേട്ടോ, ചുക്ക് കാപ്പി വേറെയാണ്. ചുക്ക് മല്ലിയൊക്കെ ഇട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ്, അത് വേറെയാണ്. ഇത് പ്യുവറായിട്ടുള്ള കരിപ്പെട്ടി കാപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ പൊടിയൊക്കെ ഒന്ന് അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. പൊടി നന്നായിട്ട് താഴുന്നതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. നമ്മൾ സെർവ് ചെയ്യുമ്പോഴും അപ്പോൾ അതിനകത്ത് കുറച്ച് കാപ്പിപ്പൊടി ഉണ്ടാവും, സാരമില്ല, അതങ്ങ് അടിഞ്ഞോളും. അപ്പോൾ ഇപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇളക്കാതെ അനക്കാതെ നമുക്ക് ആ കാപ്പി, തെളിഞ്ഞ കാപ്പി മാത്രം ഒന്ന് ഒഴിച്ചെടുക്കാം. ഇതിന് നമ്മുടെ നാടൻ കാപ്പിപ്പൊടിയാണ് നല്ലത്. അത് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൊണ്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ കരിപ്പെട്ടി കാപ്പി തയ്യാറാണ്. ഇതിനകത്ത് പാല് ചേർക്കണമെങ്കിൽ നമ്മൾ ചൂട് കുറഞ്ഞ പാല് ചേർക്കണം. ഒരുപാട് തിളച്ച പാലാണെങ്കിൽ ഇത് ചിലപ്പോൾ അത് പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാപ്പി നമുക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലോട്ട് ബ്ലാക്ക് കോഫിയും എടുക്കാം, അതുപോലെ തന്നെ പാല് ചേർത്തും എടുക്കാം. നമ്മുടെ കരിപ്പെട്ടി കാപ്പി റെഡിയാണ്. ചെയ്ത് നോക്കണം. മൂന്നിലൊന്ന് ഭാഗം പാലൊഴിച്ചാൽ മതി. ഇനി ഈ കാപ്പി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കരിപ്പെട്ടി കാപ്പി പാലൊഴിച്ചതും പാലൊഴിക്കാത്തതും തയ്യാറാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പണ്ടത്തെ ഓർമ്മകളാണിതൊക്കെ. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.